രണ്ട് മലയാളികൾ തമിഴ്നാട്ടിൽ സ്ഥാപിച്ച ഒരു മലയാളി ഗ്രാമത്തിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര. നമ്മളൊക്കെ ട്രിപ്പ് പോയിട്ട് തിരികെ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരാറുണ്ട്? കുറച്ച് സ്വീറ്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് ഡ്രസ്സ്, ഇതൊക്കെയായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അല്ലേ. എന്നാൽ ഈ രണ്ട് മലയാളികൾ രാമേശ്വരത്ത് ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്നതെന്ന് പറയുന്നത് ഒരു മലയാളി ഗ്രാമമാണ്. അപ്പോൾ ആ ഒരു ഗ്രാമം ഏതാണെന്ന് അറിയണ്ടേ? എങ്ങനെയാണ് ആ ഗ്രാമം വാങ്ങാൻ പറ്റിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഗ്രാമം സ്ഥാപിച്ചത്? അവിടെ ഇപ്പോഴും മലയാളികളുണ്ടോ? അവർക്ക് മലയാളം അറിയാമോ? കേരളവുമായിട്ട് അവർക്ക് എന്താണ് കണക്ഷൻ? രണ്ട് മലയാളികൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു ഗ്രാമം സ്ഥാപിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം നമ്മൾ ആ മലയാളികളോടൊപ്പം അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഓക്കെ. നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ദലൈലാമ പറഞ്ഞിരിക്കുന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ. എന്നാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 90% യാത്രകളും അത്തരത്തിലുള്ള ഇടങ്ങളിലൂടെയാണ് അല്ലേ. നിങ്ങൾക്കറിയാം, ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം മധുരയിൽ വന്നിട്ടും ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു മലയാളി ഗ്രാമമുണ്ട്. തമിഴ്നാട്ടുകാർക്കും മലയാളികൾക്കും ഒന്നും അറിയാത്ത ഒരു മലയാളി ഗ്രാമം മധുരയിലുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കേട്ടോ. മലയാളമാണോ സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കയറി തൊഴുതിറങ്ങി കേട്ടോ. 5 മണിക്ക് ക്ഷേത്രം ഓപ്പൺ ചെയ്യും. ആ സമയത്ത് തന്നെ നമ്മൾ കയറി. അപ്പോൾ നിങ്ങളും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയി തുടങ്ങിയാൽ നല്ല തിരക്ക് വരും. അപ്പോൾ രാവിലെ തന്നെ കയറി തൊഴുകാൻ നോക്കുക. ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് മൊബൈലൊന്നും കൊണ്ട് കയറാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് യാതൊരുവിധ വിഷ്വലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അത് വളരെ നിരാശ ഉളവാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഓരോ കൽത്തൂണുകളെ കുറിച്ചും വീഡിയോ ചെയ്യണം, അതിനെയൊക്കെ കാണിച്ചു തരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും സാധിച്ചില്ല. അപ്പം നിങ്ങളൊക്കെ ഡയറക്റ്റ് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അമ്മാതിരി ഒരു സ്ഥലമാണിത്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ആ കൽത്തൂണുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടാലുണ്ടല്ലോ, ഓരോ തൂണും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അറിയാതെ. ലോകത്തിലെ ഒരു മഹാ അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ മധുര മീനാക്ഷി ക്ഷേത്രം എന്നുള്ളത്. ഒരു തവണയെങ്കിലും നമ്മൾ ലൈഫിൽ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സിറ്റിയും അതുപോലെ ഒരു ക്ഷേത്രവുമാണ് മധുര മീനാക്ഷി ക്ഷേത്രം എന്നുള്ളത്. ഏകദേശം 3500 വർഷം പഴക്കമുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്. യെസ്, വെൽക്കം ബാക്ക് ടു ശബരി ദ ട്രാവലർ. ശബരി വർക്കലയാണ്. ഹായ് തമിഴ് നண்பர்கள், எப்படி இருக்கீங்க? എല്ലാവരും നല്ല ഇറങ്ങുക. നമ്മൾ ഈ ക്ഷേത്രത്തിൽ രാവിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു അയ്യർ മെസ്സുണ്ട്. നല്ല അടിപൊളി ഇഡ്ഡലിയും നല്ല അടിപൊളി ഫുഡും കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ പേരാണ് KMS അയ്യർ ടിഫിൻ സെൻറ്റർ കേട്ടോ. നമ്മൾ വടക്കേ നടയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. വടക്കേ നടയിൽ നിന്ന് ഒരു ജസ്റ്റ് അകത്തേക്കൊരു വഴിയുണ്ട്, അവിടെയാണ് ഈ മെസ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് പ്ലാൻ ചെയ്യാനുണ്ട്. ഇന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പറയാം. യെസ്, നമ്മളിപ്പോൾ അയ്യർ ഇഡ്ഡലി കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. പുള്ളി ഒരു 9 മണി കഴിയുമെന്ന് പറഞ്ഞു വരാനായിട്ട്. ഇപ്പോൾ 9 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു മലയാളി സൗണ്ട് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് മലയാളികൾ, ഒരു 3 പയ്യന്മാർ വന്നിട്ടുണ്ട്. അവരും സെയിം നമ്മളെ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്. ഹായ്, എന്താ പേര്? എൻ്റെ പേര് കൗശൽ. കൗശൽ. അതെ. നമ്മുടെ പേര് വിഷ്ണു. വിഷ്ണു. നിങ്ങൾ എവിടെന്നാ? പാലക്കാട്. നമ്മൾ പാലക്കാടാണ്. ആ, പാലക്കാട്, നമ്മുടെ സ്വന്തം സ്ഥലം. ഓക്കെ. വാവ്, പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തതെന്ന് പറയുന്നത് പുള്ളിയുടെ ആ ഒരു സ്റ്റൈലാണ് കേട്ടോ. പുള്ളി വരുന്നു, ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു, സ്പോട്ടിൽ തന്നെ കുട എടുത്ത് പുറത്ത് വയ്ക്കുന്നു, വാഷ് ബേസിന് എടുത്ത് വയ്ക്കുന്നു, ബോർഡ് തിരിച്ചു വയ്ക്കുന്നു, നേരെ ഡോർ തുറക്കുന്നു, ഉള്ളിൽ കയറുന്നു. ആ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ ചൂല് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൂത്താണ് അകത്തേക്ക് എങ്ങനെ കയറി പോകുന്നത്. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. പുള്ളി വേറൊരു ലെവല്. അതെ, നമ്മുടെയൊക്കെ നാട്ടിൽ മിനിമം ഒരു പിക്കപ്പിൽ കൊണ്ടുവരാനുള്ള സാധനമാണ് പുള്ളി TVSൽ കൊണ്ടുവന്നത് കേട്ടോ. എല്ലാ സാധനവും പുള്ളി ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ TVSലാണ് ഇത്രയും സാധനം വന്നതെന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്രേറ്റ് കോമഡി നടന്നു കേട്ടോ. ആക്ച്വലി ഈ ഒരു സ്ഥലം ചിലപ്പോൾ നമുക്കൊക്കെ ദൂരം നിന്ന് കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യും. ഇതൊരു ചെറിയ ഡോറാണല്ലോ. ലുക്സ് ലൈക്ക് നമ്മുടെ കോവിലിൻ്റെ ഡോറ് പോലെയാണ്. ചെറിയ ടെമ്പിളിൻ്റെയൊക്കെ ഡോർ ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് മന്ത്രങ്ങളൊക്കെ കേൾക്കുക. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ കൂടി നിൽക്കുന്നു, അകത്തുനിന്ന് മന്ത്രങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഇതുവഴി നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നതെന്ന് പറയുന്നത് ഇതൊരു സ്മോൾ ടെമ്പിൾ ആണെന്നുള്ളതാണ് കേട്ടോ. അകത്ത് ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ചിലരൊക്കെ അറിയാതെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്.
അപ്പോൾ അത് പലരും ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഇതൊരു കോവിലാണെന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ രൂപഘടന പോലും അങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ കോവിലിൻ്റെ ഒരു രൂപഘടനയാണല്ലോ ഇതിന്. യെസ്, അപ്പോൾ ദേ നമ്മൾ ഇഡ്ഡലിയാണ് വാങ്ങിയിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ടേസ്റ്റ്. ഇത്ര നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നല്ലേ. എൻ്റെ അമ്മ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം നേരത്തെ നിന്നണക്കല്ല, സീൻ ആകെ മാറി. നമ്മൾ തേനീച്ച കൂട്ടത്തിനകത്ത് പെട്ടതാണ് കൈപോയി. അത്രയ്ക്ക് റഷാണ് കേട്ടോ ഇവിടെ. കട തുറക്കുന്നതും നല്ല റഷാണ്. അപ്പോൾ പ്രേമിച്ചേട്ടാ ഹയർ ടിപ്പിൽ നിന്ന് 2 സെറ്റ് ഇഡ്ഡലിയും ഒരു 2 വടയും മേടിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കല്ലേ? അടിപൊളിയല്ലേ? ആ കഴിക്കാം. ഓക്കെ. വട എങ്ങനെയുണ്ട് നോക്കട്ടെ. വട നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് എന്നിട്ട് പ്രവീൺ ചേട്ടന് സഹിക്കുന്നില്ല. പ്രവീൺ ചേട്ടൻ കഴിച്ചോ, കട്ട് ചെയ്തോ. അതെ, കുറേ നാളായിട്ട് മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു കുതിരവണ്ടി കയറണം എന്നുള്ളത് കേട്ടോ. വർഷങ്ങൾക്കൊക്കെ മുന്നേ കുട്ടിക്കാലത്തൊക്കെ മധുരയിലും അതുപോലെ തന്നെ നമ്മുടെ പളനിയിലും ഒക്കെ വരുമ്പോൾ സ്ഥിരം അന്ന് കുതിരവണ്ടിയാണുള്ളത്. ഓട്ടോറിക്ഷയൊന്നും അത്ര അങ്ങോട്ട് ലൈവായിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഈ കുതിരവണ്ടിയിലായിരുന്നു കയറി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു നെസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനും പ്രവീൺ ചേട്ടനും ഒന്ന് കുതിരവണ്ടി കയറി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആക്ച്വലി നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് പെരിയാർ ബസ് സ്റ്റാൻഡ് വരെ നമുക്കിപ്പോൾ 200 റുപ്പീസാണ് അവർ പറഞ്ഞത്. എന്നാലും വോത്താണ്, ലൈഫിൽ വല്ലപ്പോഴും ഒക്കെ ഇതൊന്നും ആവാമല്ലോ. യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള മലയാളി ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. അതായത് മധുരയിൽ നമുക്ക് 2 ബസ് സ്റ്റാൻഡാണുള്ളത്. ഒന്ന് പെരിയാർ ബസ് സ്റ്റാൻഡും ഒന്ന് MGR ബസ് സ്റ്റാൻഡും. അപ്പോൾ ഈ പെരിയാർ ബസ് സ്റ്റാൻഡാണ് നമ്മുടെ മധുര ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നമുക്ക് 2-3 കിലോമീറ്ററേ ഉള്ളൂ. MGR ബസ് സ്റ്റാൻഡാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട്. മലയാളത്താം പെട്ടി, മലയാളികൾക്കറിയാത്ത തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം. തമിഴ്നാട്ടിലെ മധുരയിലാണ് ഇങ്ങനെ ഒരു ഗ്രാമം ഉള്ളത് കേട്ടോ. അതിൻ്റെ പേരാണ് മലയാളത്താം പെട്ടി. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മലയാളി ഗ്രാമം. ഉസ്ലാംപെട്ടി, ആണ്ടിപ്പെട്ടി, കോവിൽപ്പെട്ടി തുടങ്ങിയ പെട്ടികളൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെന്നൈ മധുരൈ ദേശീയപാതയിൽ ഒരു ബോർഡ് കാണാൻ പറ്റും കേട്ടോ. കേരളത്തിലെ പാലക്കാട് ജില്ലക്കാർക്ക് മാത്രം അറിയാവുന്ന തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് മലയാളത്താം പെട്ടി. എന്താണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു മലയാളി ഗ്രാമം ഉണ്ടായത് എന്നതൊക്കെ അറിയണ്ടേ. ചേച്ചി ഇവിടെ ഈ മലയാളത്താം പെട്ടിയിലെ ആളാണോ? എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇത് ഇപ്പൊ 5 തലമുറയായി. 5 തലമുറയായി. ഇത് പക്ഷേ കേരളത്തിൽ ആർക്കും അറിയത്തില്ലല്ലേ മധുരയിൽ ഇങ്ങനെ ഒരു മലയാളി ഗ്രാമം ഉണ്ടെന്നുള്ളത്. തമിഴ് പേശി പഴയാച്ചു ഇങ്ങനെ പിറന്നാണ്. മലയാളിയായ ചേച്ചിക്ക് മലയാളം അറിയത്തില്ല, തമിഴേ വരത്തുള്ളൂ കേട്ടോ. തമിഴ് മട്ടുന്നാണോ വെറുതെ? അപ്പം നിറയെ ഗ്രാമക്കാർ ഉള്ളിൽ ഇருக்கு അവർക്ക് പാക്കലാം. ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ഗ്രാമത്തിലേക്കുള്ളത്. ആക്ച്വലി ഇപ്പോൾ ഇവിടെ വളരെ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. നേരത്തെ ഒരു 10-200 കുടുംബങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വീടുകളൊക്കെ ഉണ്ട്. 2 നില കെട്ടിടങ്ങളുണ്ട്, അതുപോലെ തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട്, ഓട് വീടുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ്ഡ് അപ്പ് ആണ്. അപ്പോൾ ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ മധുരയിൽ നിന്ന് മേലൂർക്ക് പോണ ഒരു റോഡുണ്ട്. അപ്പോൾ ആ റോഡിൽ ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാമം ഉള്ളത്, മലയാളത്താം പെട്ടി. യെസ്, അങ്ങനെ നമ്മൾ മലയാളി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മലയാളി മുഖമുള്ള ഒരു ചേച്ചിയെ കണ്ട്. ചേച്ചി സുഖമാണോ? സുഖം. മലയാളമൊക്കെ അറിയോ? பேசுறதுல புரியும். இப்பெல்லாம் நாங்கள் தமிழ்ல பிறந்துட்டோம்ல தமிழ்நாட்டில். ഇത് മൊത്തം തമിഴാണല്ലോ, മലയാളം ഒന്നും വരുന്നില്ലല്ലോ. മലയാളമൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് ഫുള്ള് തമിഴ്. തമിഴിലதான் பேசுறதுல புரியும். ഞാൻ പറയുന്ന മനസ്സിലാവോ? 4ാമത്തെ തലമുറ 5ാമത്തെ തലമുറ ഇപ്പൊ വന്നിരിക്കുക. 5ാவது തലമുറ. അത് 5 തലമുറയായി. എന്നിട്ട് നമ്മൾക്ക് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു മലയാളി ഗ്രാമം ഇവിടെ ഉണ്ടെന്നുള്ളതും. ഇത്രയും ചേച്ചി നമ്മള് കേരളത്തിൽ നിന്ന് വന്നതാ. നമ്മളെ കേരളത്തിൽ ആർക്കും അറിഞ്ഞൂടാ തമിഴ്നാട്ടിലും മധുരയിൽ ഇങ്ങനെ ഒരു മലയാളി ഗ്രാമം ഉണ്ടെന്നും ഇവിടെ കുറെ മലയാളി കുടുംബങ്ങൾ ഉണ്ടെന്നുള്ളത്. അത് വർഷക്കൊക്കെ ആയി. എന്റെ അമ്മമ്മ അച്ഛന്റെ വന്നതാണ്. അച്ഛന്റെ കാലത്തിൽ വന്നതാണ്. അന്റെ കാലത്തിൽ വന്നതാണ്. അപ്പൊ വന്നിട്ട് ഇവിടേക്ക് വന്നപ്പോ മലയാളത്തം പെട്ടിന്ന് പേര് വെച്ചതാണ്. മലയാളത്തം പെട്ടി. മലയാളത്തം പെട്ടി നമ്മൾ മലയാളികൾ തന്നെ വെച്ചതാണ്. മലയാളം തന്നെയാണ്.
അതുപോലെ ഞാൻ ഇവിടെ കേട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാടാണെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ കേരളത്തിൽ എന്റെ കുട്ടികൾക്ക് അവിടെ തന്നെ കൊടുത്തത്, എന്റെ മോനുക്ക് അവിടെ തന്നെ കൊടുത്തത്. അതായത് ഇവര് മലയാളമൊക്കെ മറന്ന് കേരളമൊക്കെ മറന്ന് മലയാള ഭാഷയൊക്കെ മറന്നെങ്കിലും ഇന്നും ഇവിടുത്തെ കുട്ടികൾ ആദ്യമായിട്ട് ഒരു ചോറിന്റെ ഉരുള നാവിൽ വെക്കുന്നത് മലയാളത്തിൽ നിന്നാണ് കേട്ടോ, കേരളത്തിൽ നിന്നാണ്, അത് ഗുരുവായൂരിൽ നിന്നാണ്. ഈ കുട്ടികളൊക്കെ ഇത്രയും തലമുറ കഴിഞ്ഞെങ്കിലും ഇവരെല്ലാം ചോറിനുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. ഇനി എനിക്ക് അറിയേണ്ടത് ഈ തമിഴ്നാട്ടിലെ ഈ ഗ്രാമത്തിലുള്ള മലയാളികളുടെ പേരാണ് കേട്ടോ, അത് മലയാളം പേരാണോ തമിഴ് പേരാണോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ചേച്ചിയുടെ പേര്? പുഷ്പ. പുഷ്പ. പുഷ്പ ഒരു മലയാളം ടച്ച് ഉണ്ടല്ലേ പുഷ്പയ്ക്ക്. ഓക്കെ, ചേച്ചിയുടെ പേര്? ഉഷ. ഉഷ തന്നി മലയാളി. ഓക്കെ, ഗീത. ഗീത. എല്ലാം മലയാളികൾ തന്നെ. അന്നത്തെ സിനിമാ നടികളുടെ പേരാണ് കേട്ടോ, ഉഷ, ഗീത എല്ലാവരും ഉണ്ട്. ലക്ഷ്മി ജയന്തി. ഓ, ലക്ഷ്മി ജയന്തി, എല്ലാം മലയാളം പേരുതാ. നിങ്ങളുടെ പേര് അരവിന്ദൻ. അരവിന്ദൻ, ഓ അത് മലയാളം പേര്. ലീലാമായി, രണ്ടും മലയാളം പേര്. ഇവിടുത്തെ റേഷൻ കട തമിഴ്നാട്ടിലാണ്, സ്കൂള് തമിഴ്നാട്ടിലാണ്, ഇവിടുത്തെ ഭാഷ തമിഴാണ്, എല്ലാം തമിഴാണ്, ഇവിടുത്തെ ബോർഡുകൾ തമിഴാണ്. പക്ഷേ റേഷൻ കാർഡിലെ പേരുകൾ, അതായത് റേഷൻ കടയിലിരിക്കുന്ന റേഷൻ കാർഡിലെ പേരുകളെല്ലാം മലയാളി പേരുകളാണ്. അതാണ് ഈ ഗ്രാമത്തിൻ്റെ വ്യത്യാസം കേട്ടോ. എന്തായാലും ഈ ഗ്രാമത്തിൽ ഞാൻ അനുഭവിച്ചൊരു ഫീലുണ്ട് കേട്ടോ. അതായത് ഈ തമിഴ് ഗ്രാമത്തിലേക്ക് ഒരു മലയാളി കടന്നു വന്നപ്പോൾ ഇവരുടെ ഒരു സന്തോഷം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ നാട്ടിൽ നിന്നൊരു മലയാളി ഇവരെ അന്വേഷിച്ച് വന്നപ്പോൾ കേട്ടോ, അത് ഇവരുടെ മുഖത്തുണ്ട്. എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് പേര്? പേര് ചെല്ലമ്മ. ചെല്ലമ്മ, കറക്റ്റ് പഴയ നമ്മുടെ മലയാളിത്തമുള്ള മലയാളി പേര് ചെല്ലമ്മ. 60 കൊല്ലമായി ഞാൻ ഇവിടെ വന്നിട്ട്. 60 കൊല്ലമായി ഇവിടെ വന്നിട്ട്. എനിക്ക് 90 വയസ്സാവാൻ പോണു. എനിക്ക് 90 വയസ്സായി. എന്റെ അമ്മ കണ്ടാ പറയത്തില്ല കേട്ടോ. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. ഇപ്പൊ കൂടെ പോയിട്ട് വന്നു ഞാൻ. പാലക്കാടിന്റെ ഒരു സാധനം ഞാൻ പറയട്ടെ, എന്ത് ചോദിച്ചാലും ഓ ഓ ആ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. പഴയ മലയാളം പാട്ടൊക്കെ അറിയോ? ഓ അറിയും. പാടാറൊക്കെ ഉണ്ടോ ചെറുതായിട്ട്? ഏത് പാട്ടാ പാടുന്നത് എപ്പോഴും? ഓടക്കുഴലുമായി ഇന്നലെ കണ്ണൻ ഓമന പാട്ടുകൾ പാടി, ഓടി ഒളിച്ചവൻ കാലികളുമായി കാളിന്നിരമണഞ്ഞു, കണ്ണൻ കാളിന്നിരമണഞ്ഞു. ഇന്ന് സ്പോട്ടിഫൈവിൻ്റെ കാലത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് മിസ്സാവുന്ന, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള പഴയ കാലത്ത് ഒരു സ്പോട്ടിഫൈവാണ് ഇത് കേട്ടോ. ഇന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ കുത്തുമ്പോൾ പാട്ട് കേൾക്കത്തില്ലേ, അന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ മുത്തശ്ശിമാരാണ് ഞങ്ങൾക്കൊക്കെ പാടിത്തരുന്നത്. ഈ സ്പോട്ടിഫൈവ് പോലെ ഇത് കണക്ക് ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഒന്ന് കുത്തിക്കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ മധുരമുള്ള പാട്ടുകൾ വരും. അതിലേറ്റവും എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്, ഒരു 80s നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഈ സുശീല അമ്മയുടെ, ജാനകി അമ്മയുടെ ഒക്കെ സൗണ്ട് ഉണ്ട്. ആ ഒരു ടൈപ്പ് സൗണ്ടാണ് ഇത് ഈ അമ്മയുടെ വായിന്ന് വന്നത് കേട്ടോ. ഒരു നൊസ്റ്റാൾജി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രവാസികളായിട്ടുള്ള ഗൾഫിലൊക്കെ പോയി അന്നത്തെ കാലത്തൊക്കെ ജീവിക്കുന്ന പലർക്കും ഈ പാട്ട് കേട്ടപ്പോൾ ഒരുപാട് നൊസ്റ്റു അടിച്ചിട്ടുണ്ടാവും കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് മിസ്സാവുന്ന ഒരു സംഭവമാണ് ഇതുപോലുള്ള മുത്തശ്ശിമാർ കേട്ടോ. എന്തായാലും അമ്മ അടിപൊളിയായിട്ട് പാടി. അപ്പോൾ എന്തായാലും കണ്ടതിലും സന്തോഷം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്നറിഞ്ഞ് കേരളക്കാരെ മൊത്തം കാണിച്ചു കൊടുക്കാൻ വന്നതാ. പാലക്കാട്ടുകാർക്ക് മാത്രമുള്ള ഇങ്ങനെ ഒരു ഗ്രാമം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാവുന്നത്. പാലക്കാട്, ഞങ്ങൾ പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അമ്മയെ കണ്ടതിൽ സന്തോഷം. വീണ്ടും വരാം നമ്മളിടയ്ക്ക്. ഓക്കെ, ശരി. യെസ്, അടുത്തതായിട്ട് നമ്മൾ ഈ ഗ്രാമത്തിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടീച്ചറിനാണ് കേട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമസ്കാരം ടീച്ചർ, എന്താണ് പേര്? രേവതി. രേവതി. മലയാളം അറിയോ? അറിയാം. ഓക്കെ. അപ്പോൾ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, എന്താണ് ഇവരെല്ലാം ടീച്ചർ എന്ന് വിളിക്കുന്നത്? ഞാൻ ഇവിടെ ട്യൂഷൻ എടുത്തായിരുന്നു. ഓ, ഇവിടെ എല്ലാവർക്കും ട്യൂഷൻ എടുത്തായിരുന്നു. ട്യൂഷൻ തമിഴിലാണോ മലയാളത്തിലാണോ എടുത്തത്? തമിഴ് ഇംഗ്ലീഷ് എല്ലാം കൂടെ. ഓക്കെ. ടീച്ചർ ക്ലാസ് ഇവിടെ ഇല്ല, മലയാളം ക്ലാസ് ഇവിടെ ഇല്ല. അത് ഞാൻ ചോദിക്കാൻ വന്നത്, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്ന ആൾക്കാരാണല്ലോ ഇവർ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സ്കൂൾ തലം എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു പോയി പഠിക്കുന്നത്? ഇവിടെ നിന്ന് കുറേ ദൂരം ഇങ്ങനെ ഒത്തക്കട എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. ഇവിടെ 1 to 5 ഇവിടെ. ഈ മലയാളത്താമ്പട്ടിയിൽ സ്കൂളുണ്ടോ? 1 to 5. ഓ, ഇവിടെ സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് ഒത്തക്കട എന്ന് പറയുന്ന സ്ഥലത്ത്. ഒറ്റക്കട നമ്മൾ വരുമ്പോൾ കണ്ടായിരുന്നു, ഒറ്റക്കട. അവിടെയാണ് പിന്നെ ഉള്ളത്. അല്ല, ഹൈസ്കൂളൊക്കെ അവിടെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ എന്തായാലും കണ്ടാലും പരിചയപ്പെട്ടാലും സന്തോഷം. എന്തായാലും ടീച്ചറിന് ഞാൻ പറഞ്ഞ മലയാളം എല്ലാം മനസ്സിലായി. ടീച്ചർ കുറേയൊക്കെ മലയാളത്തിൽ പറയുകയും ചെയ്തു കേട്ടോ. യെസ്. അപ്പോൾ ഇനി നമുക്കൊരു 150 വർഷം മുന്നേ ഉള്ള കഥയിലേക്ക് പോവാം. വർഷങ്ങൾക്ക് മുന്നേ ശങ്കരൻ നായരും കേളുണ്ണി നായരുമാണ് ഇങ്ങനെ ഒരു ഗ്രാമം സ്ഥാപിച്ചത്. അന്ന് സ്ഥാപിച്ച ശങ്കരൻ നായരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.
അതായത് ഈ ഗ്രാമത്തിലെ ഏറ്റവും ആദ്യത്തെ വീട് ആണ് ദേ ഈ കാണുന്നത്. ഇനി ഈ ഗ്രാമത്തിന്റെ വളർച്ചയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കേളു നായർ ഒരിക്കൽ മലപ്പുറത്ത് നിന്നും രാമേശ്വരത്തേക്ക് ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ മധുരയിലുള്ള 150ഓളം ഏക്കർ ഇവിടുത്തെ ബ്രിട്ടീഷുകാരെ നിന്ന് ലേലം വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ആ ലേലം വിളിച്ച് കിട്ടിയ ഭൂമിയാണ് ഇത്. അങ്ങനെ ലേലം വിളിച്ച് കിട്ടിയ ഈ ഭൂമിയിലേക്ക് കേളു നായർ തൻ്റെ പ്രിയ സുഹൃത്തായ ശങ്കരൻ നായരെയും കൂട്ടി വന്നു. എന്തിനാണെന്നറിയാമോ? അതായത് അന്നത്തെ കാലത്ത് ഇവിടെ കൊടും കാടായിരുന്നു. അപ്പോൾ ഈ കാടിനെ വെട്ടിത്തെളിച്ചിട്ട് കൃഷിഭൂമിയാക്കി മാറ്റാനായിട്ടാണ് തൻ്റെ പ്രിയ സുഹൃത്തായ ശങ്കരൻ നായരൻ കൂട്ടി ഇവിടെ വന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് മറ്റു കുറച്ച് ആൾക്കാരും കൂടെ ചേർന്ന് ഈ കാടിനെ വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി മാറ്റുകയും ഒപ്പം അവർക്ക് താമസിക്കാൻ വേണ്ടി ഇവിടെ വീടും ക്ഷേത്രവും വരെ നിർമ്മിക്കുകയും ചെയ്തു. അതാണ് ഈ സ്ഥലത്തിൻ്റെ പിന്നിലെ കഥ എന്ന് പറയുന്നത്. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം കേളു നായർ മരണപ്പെട്ടപ്പോൾ തൻ്റെ മകനായ കേളുനായറിൻ്റെ മകനായ മോഹനൻ നായർ ഈ ഭൂമി, അതായത് മോഹനൻ നായറിൻ്റെ ഭൂമി മുഴുവൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് എഴുതി കൊടുക്കുകയും ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കി പോവുകയും ചെയ്തു കേട്ടോ. എന്നാൽ ശങ്കരൻ നായർ ഇവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. താൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഒരു കൃഷിഭൂമിയെ വിട്ടുപോയാൻ ശങ്കരൻ നായർ തയ്യാറായില്ല. അങ്ങനെ ശങ്കരൻ നായരുടെ കുടുംബം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 5ാമത്തെയും 6ാമത്തെയും തലമുറ ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാമത്തിലെ ഏറ്റവും ആദ്യത്തെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഗ്രാമം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. കേരളത്തിലെ പലർക്കും അറിയത്തില്ല തമിഴ്നാട്ടിലെ മധുരയിൽ ഇങ്ങനെ ഒരു മലയാളി ഗ്രാമം ഉണ്ടെന്നുള്ളത്. ആ ഗ്രാമത്തിലെ ഏറ്റവും ആദ്യം സ്ഥാപിച്ച വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൽ ശങ്കരൻ നായർ ഇല്ലല്ലേ? ഇതാ അവരുടെ മക്കൾ ശങ്കരൻ നായരുടെ മക്കൾ. ഓ, അതായത് ഇത് ശങ്കരൻ നായരുടെ ഫോട്ടോ അല്ല കേട്ടോ, ശങ്കരൻ നായരുടെ മക്കളുടെ ഫോട്ടോയാണ്. ഓക്കെ, അതായത് 150 വർഷങ്ങൾക്ക് മുന്നെയാണ് ശങ്കരൻ നായർ ഇവിടെ വരുന്നത്. അതിനൊക്കെ ഒരുപാട് ശേഷമുള്ള ഒരു ചിത്രമാണ് ദേ ഈ കാണുന്നത്. ശങ്കരൻ നായരുടെ മക്കളടങ്ങുന്ന ചിത്രമാണിത്. അതും 1880 ഈ പടം എടുത്തിരിക്കുന്നത് കേട്ടോ. കാലത്തിന്റെ ഒരു ഏടായിട്ട് ഇതേ ഇന്നും ഇവിടെ ഈ ഗ്രാമത്തിൽ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. ஓ, இப்போ வந்து 20 குடும்பம் இருக்கு. இங்க முனியாண்டி கோவில் உற்சவத்துல வந்து எல்லாரும் இங்க வந்து 250 to 270 தலைக்கட்டு ஒரு நாள் மட்டும் 200 தலைக்கட்டு எல்லாமே ஒன்று சேருவோம். ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരേ ഒരു ടെമ്പിളാണ് കേട്ടോ. അതായത് ഈ ഗ്രാമത്തിൻ്റെ ഒരു കോവിലാണിത്. ഇതും ഇവർ തന്നെയാണ് നിർമ്മിച്ചത്. ഇന്ന് ഈ ഗ്രാമത്തിലെ പലരും ഇവിടെ ഇല്ല. ജോലി സംബന്ധമായിട്ട് പലരും പുറത്താണ്, അതുപോലെ വിദ്യാഭ്യാസത്തിനായിട്ട് കുട്ടികളൊക്കെ പുറത്താണ്. എന്നാൽ ഇവരെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ഈ കോവിലിലെ ഉത്സവം. ഈ കോവിലിൻ്റെ ഉത്സവത്തിനാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോവിലാണിത്. എന്തായാലും ഇവർ ഇന്നും വിടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഓണത്തിന് പൂക്കളിടുന്നത്. എല്ലാ വർഷവും ഓണത്തിന് പൂക്കളിടും. അതാണ് ദേ പേപ്പറിലൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരിക്കുന്നത്. അതുമാത്രമാണ് ഇന്നും മലയാളിയായിട്ട് ഇവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം. എന്തായാലും ആ ഓണത്തിനോടനുബന്ധിച്ച് തന്നെ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു. ഇത്തവണത്തെ ഓണം ഇവരോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മറഞ്ഞു പോകുന്ന ഒരു മലയാളി ഗ്രാമമാണിത്. വർഷങ്ങൾക്കപ്പുറം ഇങ്ങനെ ഒരു ഗ്രാമം എന്തിനിവിടെ ഉണ്ടായി, എന്താണ് ഈ മലയാളത്തം പെട്ടി എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ആർക്കും പറയാൻ ഉത്തരം കാണത്തില്ല. കാലഘട്ടങ്ങൾക്കപ്പുറം ഈ മലയാളി ഗ്രാമം തന്നെ മാഞ്ഞു പോകാം. ഇന്ന് ഒരു ഭാഷ മറന്നിരിക്കുന്നു. പുതിയ തലമുറയിൽ ആർക്കും തന്നെ മലയാളം കേട്ടാലറിയാമെന്നല്ലാതെ പറയാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മലയാളി ഗ്രാമം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു യാത്ര നടത്തിയെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ നമ്മളെ അന്വേഷിച്ച് വരിക എന്ന് പറയുന്നത് ഇവരെയൊക്കെ സംഭവിച്ചിടത്തോളം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ വരവേറ്റത് കേട്ടോ. നമ്മളിങ്ങനെ കൊണ്ട് നടന്ന് കാണിക്കുക എല്ലായിടത്തും. മലയാളികളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റക്കാരാണെന്ന് പറയാമല്ലേ. ജീവിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തും കുടിയേറിയവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയാലും നമുക്ക് മലയാളികളെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുടിയേറ്റ ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എപ്പിസോഡ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലുള്ള കുറേ പുതിയ കാഴ്ചകളും കേൾവികളുമായിട്ട്. ഓക്കെ.
അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ